നമസ്കാരം, ഏവർക്കും പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 30. അങ്ങനെ ഈ കാലണ്ടർ മാസത്തിലെയും കൂടാതെ നിഫ്റ്റിയുടെ ഈ മാസത്തിലെ അവസാന ട്രേഡിംഗ് സെഷനിലേക്ക് നമ്മൾ എൻ്റർ ആവുകയാണ്. ആയതിനാൽ തന്നെ ഇന്ന് മാർക്കറ്റിൽ ഹ്യൂജ് വോൾട്ടാലിറ്റിയും എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഇന്നലെ വെളുപ്പിനോടുകൂടി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിക്കപ്പെട്ട US-ഉം ഇറാനും തമ്മിലുള്ള ചർച്ചകൾ ഇന്ന് ഖത്തറിലെ ദോഹയിൽ വെച്ച് നടക്കുമെന്നുള്ളതായിരുന്നെങ്കിൽ ഈ ഒരു വാദത്തെ തള്ളിക്കൊണ്ട് ഇന്ന് വെളുപ്പിന് 1 മണിക്ക് ശേഷം ഇറാൻ രംഗത്ത് വന്നിട്ടുമുണ്ട്. ഇങ്ങനെയൊരു ചർച്ചയ്ക്ക് തങ്ങൾ പദ്ധതിയിട്ടിട്ടില്ലെന്നുള്ള പ്രസ്താവനയാണ് ഇറാൻ നൽകിയിരിക്കുന്നതും. കൂടാതെ ഖത്തറിലുള്ള ഇറാൻ എംബസിയുടെ ഭാഗത്ത് നിന്നും US-ഉം ഇറാനും തമ്മിൽ നടത്താനിരിക്കുന്ന ചർച്ചകൾക്കായിട്ടുള്ള ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം തങ്ങൾക്ക് ലഭിച്ചിട്ടില്ലെന്നും അതിനുള്ള ഒരുക്കങ്ങൾ നടത്തിയിട്ടില്ലെന്നുമുള്ള പ്രസ്താവന നടത്തിയതായിട്ടാണ് ഇറാന്റെ ന്യൂസ് ഏജൻസിയായ ISNA റിപ്പോർട്ട് ചെയ്യുന്നതും. എന്നാൽ അതേസമയം തന്നെ ഖത്തറിലെ ദോഹയിലേക്ക് ചർച്ചകൾക്കായിട്ട് US-ന്റെയും ഇറാന്റെയും പ്രതിനിധികൾ യാത്ര തിരിച്ചിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ട്സും വരുന്നുണ്ട്. ആയതിനാൽ തന്നെ US-ഉം ഇറാനും തമ്മിലുള്ള ചർച്ചകളെക്കുറിച്ചുള്ള ഡെവലപ്മെന്റ്സുകൾ ഇന്ന് കീനായിട്ട് തന്നെ വാച്ച് ചെയ്യേണ്ടിയിരിക്കുന്നു. കാരണം ഇതുമായി ബന്ധപ്പെട്ട് എന്ത് അപ്ഡേറ്റ്സ് വന്നാലും അത് ഗ്ലോബൽ മാർക്കറ്റിനെ എന്ന പോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിന്റെയും ഗതിവിധികളെ സാരമായ രീതിയിൽ തന്നെ ബാധിക്കുകയും ചെയ്യും. ഒരു മാസത്തിനടുത്ത് മുൻപേ ഇന്ത്യ ഗവൺമെന്റ് വാണിജ്യ അടിസ്ഥാനത്തിലുള്ള പെട്രോൾ ഡീസൽ വാങ്ങലുകളെ വിലക്കിയിരുന്നു, വാണിജ്യ വാഹനങ്ങൾക്ക് ഉൾപ്പെടെ 200 ലിറ്ററിന് മുകളിൽ. എന്നാൽ നാളെ ജൂലൈ 1 മുതൽ ഈ നിയന്ത്രണം എടുത്തു കളഞ്ഞുകൊണ്ടുള്ള പ്രഖ്യാപനം ഇന്ത്യ ഗവൺമെന്റ് നടത്തിയിട്ടുമുണ്ട്. ഇനി ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ പ്രകാരം ഡൗൺ സൈഡിലേക്ക് 23,800 എന്ന ലെവലും അപ്പർ സൈഡിലേക്ക് 24,200 എന്ന ലെവലും മറികടക്കാത്തോടത്തോളം നിഫ്റ്റിയിൽ കൺസോളിഡേഷനുള്ള സാധ്യതകളാണ് നിലനിൽക്കുന്നതും. എന്നാൽ അതേസമയം 24,200 എന്ന ലെവൽ അതിശക്തമായി മറികടന്നുകൊണ്ട് ഈ ലെവലിന് മുകളിലായിട്ട് നിഫ്റ്റിക്ക് ഇന്ന് നിലനിൽക്കുവാൻ സാധിക്കുകയാണെങ്കിൽ തുടർന്ന് 24,500 പിന്നീട് 24,600 എന്നീ ലെവലുകളിലേക്കുള്ള നിഫ്റ്റിയുടെ പ്രയാണം തള്ളിക്കളയാനാവുകയുമില്ല. എന്നാൽ അതേസമയം ഡൗൺ സൈഡിലേക്ക് 23,800 എന്ന ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ തുടർന്ന് സെല്ലിംഗ് പ്രഷർ വർദ്ധിപ്പിച്ചുകൊണ്ട് ബിയേഴ്സ് അവരുടെ ഗ്രിപ്പ് ടൈറ്റൻ ചെയ്യാനുള്ള സാധ്യതകളും നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പേർപ്പസിനു വേണ്ടിയിട്ടാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയും ചെയ്തത്. ഇന്നലെ ഇന്ത്യയിൽ നിന്നും നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം വൈകുന്നേരം 4 മണിയോടുകൂടി റിലീസ് ചെയ്യപ്പെട്ട മെയ് മാസത്തെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഡേറ്റയിൽ റോബസ്റ്റ് ആയിട്ടുള്ള ഇലക്ട്രിസിറ്റി ജനറേഷൻ മൂലവും സ്റ്റഡി ആയിട്ടുള്ള മാനുഫാക്ചറിംഗ് ആക്ടിവിറ്റിയും തുടർന്ന് മെയ് മാസത്തെ 4.9% നിന്നും മെയ് മാസമായപ്പോൾ 5.1% ഇന്ത്യയുടെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷനിൽ മെയ് മാസത്തിൽ വർധനവ് രേഖപ്പെടുത്തി. എന്നാൽ കഴിഞ്ഞ മെയ് മാസം, അതായത് 2025 മെയ് മാസത്തിൽ ഇത് 3.4%. ഇന്ന് ഇന്ത്യയിൽ നിന്നും പ്രധാനപ്പെട്ട ഇവന്റുകൾ ഒന്നും തന്നെയില്ല. എന്നാൽ അതേസമയം ഇന്ന് ഗ്ലോബൽ മാർക്കറ്റിൽ ഒത്തിരിയേറെ പ്രധാനപ്പെട്ട ഇവന്റുകൾ നിലനിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം, ഒത്തിരിയേറെ രാജ്യങ്ങളിൽ നിന്നും പ്രധാനപ്പെട്ട ഇവന്റുകളും ഇന്ന് വരാനുണ്ട്. അതേസമയം മദർ മാർക്കറ്റായ US മാർക്കറ്റിൽ വൈകുന്നേരം 7:30 മെയ് മാസത്തെ ജോബ് ഓപ്പണിംഗ് ഡാറ്റയുടെ റിലീസും നടക്കാനുണ്ട്. തുടർച്ചയായി അവസാന 2 ട്രേഡിംഗ് സെഷനുകളിലെ നേട്ടത്തിന് ശേഷം ഇന്നലെ സെക്കൻഡ് ഹാഫിൽ ഉടലെടുത്ത ശക്തമായ പ്രോഫിറ്റ് ബുക്കിംഗിന്റെ ഫലമായിട്ട് ഇന്ത്യൻ മാർക്കറ്റിന് നഷ്ടത്തോടുകൂടി തന്നെ ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. മാത്രമല്ല, കഴിഞ്ഞ വ്യാഴാഴ്ചയിലെ ബൈയിങ്ങിന് ശേഷം വീണ്ടും ഇന്നലെ ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ 1,350.10 കോടി രൂപയ്ക്ക് സെല്ലിംഗ് ആണ് നടത്തിയത്. അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 2,801.45 കോടി രൂപയ്ക്ക് ബൈയിങ്ങും തുടർന്നു. ഇനി നമുക്ക് ADR സ്റ്റോക്സുകൾ പരിശോധിക്കാം. ലീഡിംഗ് ആയ ADR സ്റ്റോക്സിൽ ആക്സിസ് ബാങ്ക് ADRന് 1.5%, ഡോക്ടർ റെഡ്ഡീസിന് 3.4%, ICIC ബാങ്ക് ADRന് 0.5%, ഇൻഫോസിസ് ADRന് 0.25%, വിപ്രോയ്ക്ക് 4.5%-നടുത്തും ഇടിവ് നേരിടേണ്ടി വന്നപ്പോൾ HDFC ബാങ്ക് ADRന് 0.5%-ലേറെ നേട്ടത്തോടുകൂടിയും ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനുമായി. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. ഇന്നലെ US മാർക്കറ്റില് കഴിഞ്ഞ വീക്കെൻഡിലെ വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങൾ വീണ്ടും വഷളായെങ്കിലും ഇന്ന് ഖത്തറിലെ ദോഹയിൽ വെച്ച് ഇറാനും US-ഉം തമ്മിൽ ചർച്ചകൾ വീണ്ടും ആരംഭിക്കുമെന്നുള്ള പ്രതീക്ഷകൾ നിലനിന്നതിനാൽ തന്നെ S&P 500-ന് 1.25%-നടുത്തും നാസ്ഡാക്കിന് 2%-ലേറെയും നേട്ടത്തോടുകൂടി തന്നെ ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനും സാധിച്ചിരുന്നു. എന്നാൽ US-ലെ ഡോ ജോൺസ് ഫ്യൂച്ചർ
ഫ്യൂച്ചർ ഇന്ന് രാവിലെയായപ്പോൾ 65 പോയിന്റുകളുടെ നേരെ നഷ്ടത്തിലേക്ക് തിരിയുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം യൂറോപ്യൻ മാർക്കറ്റ്സിൽ 3 യൂറോപ്യൻ മാർക്കറ്റുകൾക്കും 0.5% നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. നിലവിലെ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഇൻഡിക്കേഷൻ പ്രകാരം ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുവാനായിട്ട് സാധിക്കുക. ജപ്പാൻ മാർക്കറ്റ് ഫ്ലാറ്റ് ആയിട്ട് പോസിറ്റീവ് സെന്റിമെന്റ്സോട് കൂടിയും അതേസമയം കൊറിയൻ മാർക്കറ്റ് 1.25% നഷ്ടത്തോടു കൂടിയിട്ടുമാണ് ഇന്ന് വ്യാപാരം പുനരാരംഭിച്ചിട്ടുള്ളതും. കൊമോഡിറ്റിയിൽ ഇന്നലെ നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം ബ്രന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയും വിലയിൽ 1% ഉയർച്ച രേഖപ്പെടുത്തിയെങ്കിലും ഇന്ന് രാവിലെ ആയപ്പോഴേക്കും അതിൽ നിന്നും ബ്രന്റ് ക്രൂഡിന്റെ വിലയിൽ 0.5%, ക്രൂഡ് ഓയിലിന്റെ വിലയിൽ 0.8% ഇടിവാണ് അനുഭവപ്പെടുന്നത്. ബ്രന്റ് ക്രൂഡിന്റെ വില $73.48 ക്രൂഡ് ഓയിലിന്റെ വില $70.17 പെർ ബാരൽ എന്ന നിലയിലുമായിട്ടാണ് വ്യാപാരം നടന്നുകൊണ്ടിരിക്കുന്നത്. ഗോൾഡിന്റെ വിലയിൽ 0.5% അഥവാ $20 ഇടിവാണ് അനുഭവപ്പെടുന്നത്. 4000 എന്ന സൈക്കോളജിക്കൽ ലെവൽ ബ്രേക്ക് ചെയ്തുകൊണ്ട് $3995.45 പെർ ഔൺസ് എന്ന നിലയിലായിട്ടാണ് ഗോൾഡിൽ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നതും. ഇനി നമുക്ക് സ്പെസിഫിക് ആയിട്ട് നിഫ്റ്റിയുടെ ടെക്നിക്കൽസുകൾ പരിശോധിക്കാം. ഇന്നലെ ഉണ്ടായ ഇടിവിനെ തുടർന്ന് നിഫ്റ്റിയുടെ PCR 0.77 എന്ന ലെവലിലേക്ക് എത്തിച്ചേർന്നു. മാക്സ് പെയിൻ 24,000 എന്ന ലെവലിലുമായിട്ടാണ് നിലകൊള്ളുന്നത്. ഇന്നലെ 100ലേറെ പോയിന്റുകൾ നിഫ്റ്റിയിൽ നിന്ന് ചോർന്നു പോയെങ്കിലും നിഫ്റ്റിക്ക് അതിന്റെ ഷോർട്ട് മിഡ് എൻഡ് മൂവിംഗ് ആവറേജുകളുടെ മുകളിലായിട്ട് വ്യാപാരം അവസാനിപ്പിച്ച് നിലകൊള്ളുവാനുമായി RSI 56 നിന്നും 53.83 എന്ന ലെവലിലേക്ക് ഇടിവും രേഖപ്പെടുത്തി. മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 24,000 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കോൾ സൈഡിലേക്ക് കാണുവാൻ സാധിക്കുന്നത്. അതേ സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗും നിലവിൽ കാണുക. ഫുഡ് സൈഡിലേക്ക് 23,500 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 23,800 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഫുഡ് റൈറ്റിംഗ് നിലവിൽ കാണുക. ഓപ്പൺ ഇൻട്രസ്റ്റുകൾ നമ്മൾ പരിശോധിക്കുന്നത് ഓപ്ഷൻ റൈറ്റേഴ്സിന്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണ്. അതായത് 24,000 എന്ന ലെവൽ മറികടക്കുകയില്ലെന്ന് വിചാരിച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ ഓപ്ഷൻ സെല്ലേഴ്സ് സെല്ല് ചെയ്തിരിക്കുന്നത് 24,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡില്. അതുപോലെ തന്നെ 23,800 എന്ന ലെവൽ ബ്രേക്ക് ചെയ്യുകയില്ലെന്ന് വിചാരിച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ പുട്ട് സെല്ല് ചെയ്തിരിക്കുന്നത് 23,800 എന്ന സ്ട്രൈക്കിലായിട്ടാണ് എന്നാണ് ഈ ഗ്രാഫ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതും. പക്ഷെ മാർക്കറ്റാണ്, കാര്യങ്ങൾ എപ്പോൾ വേണമെങ്കിലും മാറി മറിയാം. സംശയമുള്ളവർക്കായിട്ട് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു എന്നുള്ളൂ. ഓപ്പൺ ഇൻട്രസ്റ്റ് എന്താണെന്ന് ഓപ്ഷൻ ചെയ്യുന്നവർക്കൊക്കെ ഈ കാര്യങ്ങളൊക്കെ അറിയാം. ഇത് അറിയാത്തവർക്കായിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഇന്ന് നിഫ്റ്റിയുടെ മന്ത്ലി എക്സ്പയറി ആയതിനാൽ തന്നെ ഇന്ന് നിഫ്റ്റി 24,000 എന്ന സൈക്കോളജിക്കൽ ലെവലിന് മുകളിലായിട്ട് ഈ മന്ത്ലി എക്സ്പയറി നടത്തുമോ അതല്ലയോ എന്നുള്ള കാര്യങ്ങൾ ഇന്ന് നോക്കി കണ്ടു തന്നെ അറിയേണ്ടതായിട്ടുമുണ്ട്. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. HDFC ബാങ്ക് ജൂൺ 30 മുതൽ, അതായത് ഇന്ന് മുതൽ പ്രാബല്യത്തിൽ വരുന്ന തരത്തിൽ വരുന്ന 4 വർഷത്തേക്ക് ബാങ്കിന്റെ അഡീഷണൽ ഡയറക്ടറായിട്ട് ശ്രീ രാജീവ് കുമാറിനെ നിയമിക്കുന്നതിന് ബാങ്കിന്റെ ബോർഡ് അംഗീകാരം നൽകി. ആക്സിസ് ബാങ്ക് ഓഗസ്റ്റ് 31 മുതൽ പ്രാബല്യത്തിൽ വരുന്ന തരത്തിൽ ബാങ്കിന്റെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ സ്ഥാനത്തു നിന്നും ശ്രീ പുനീത് ശർമ്മ രാജിവെച്ചു. ബന്ധൻ ബാങ്ക് സെപ്റ്റംബർ 25 മുതൽ പ്രാബല്യത്തിൽ വരുന്ന തരത്തിൽ ബാങ്കിന്റെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ സ്ഥാനത്തു നിന്നും ശ്രീ രാജീവ് മന്ത്രി രാജിവെച്ചു. എഞ്ചിനീയേഴ്സ് ഇന്ത്യ പെട്രോളിയം ആൻഡ് പ്രകൃതിവാതക മന്ത്രാലയം കൊമേഴ്സ്യൽ ഡയറക്ടറായിരുന്ന ശ്രീ അതുൽ ഗുപ്തയെ എഞ്ചിനീയേഴ്സ് ഇന്ത്യയുടെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായി നിയമിച്ചു. SIS 120 കോടി രൂപ വരെയുള്ള ഷെയർ ബൈബാക്ക് നടത്താനുള്ള നിർദ്ദേശത്തിന് കമ്പനിയുടെ ബോർഡ് അംഗീകാരം നൽകി. 2017 ഓഗസ്റ്റിൽ കമ്പനി ലിസ്റ്റ് ചെയ്യപ്പെട്ടതിനു ശേഷം നടപ്പിലാക്കാൻ വേണ്ടി പോകുന്ന 5ാമത്തെ ഷെയർ ബൈബാക്കാണിതും. യെസ് ബാങ്ക് ഇക്വിറ്റി സെക്യൂരിറ്റികൾ ഇഷ്യൂ ചെയ്യുന്നതിലൂടെ 7,500 കോടി രൂപയുടെയും ഡെപ്റ്റ് സെക്യൂരിറ്റികൾ ഇഷ്യൂ ചെയ്യുന്നതിലൂടെ 8,500 കോടി രൂപയുടെയും ഫണ്ട് സമാഹരണത്തിന് ബോർഡ് അംഗീകാരം നൽകി. റൈറ്റ്സ് കണ്ടെയ്നർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുമായിട്ട് കമ്പനി ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. സ്റ്റെർലിംഗ് ആൻഡ് വിൽസൺ റിന്യൂവബിൾ എനർജി ഈജിപ്തിലെയും മെന മേഖലയിലെയും പ്രമുഖ കൺസ്ട്രക്ഷൻ കമ്പനിയായ ഹസൻ ആലം കൺസ്ട്രക്ഷനുമായിട്ട് കമ്പനിക്കുള്ള 50-50 ജോയിന്റ് വെഞ്ചർ സംരംഭത്തിൽ പ്രവർത്തിക്കുന്ന കമ്പനിക്ക് ഏകദേശം $560 മില്യൺ പുതിയ കരാർ ഈജിപ്തിൽ നിന്നും കമ്പനിക്ക് ലഭിച്ചു. ആഫ്കോൺസ് ഇൻഫ്രാസ്ട്രക്ചർ
2025-26 സാമ്പത്തിക വർഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫൈനൽ ഡിവിഡന്റ് ആയിട്ട് 2 രൂപ per ഷെയർ നിലയിൽ ഡിവിഡന്റ് നൽകുവാനായിട്ടുള്ള അനുമതി കമ്പനിയുടെ ബോർഡ് നൽകി. ജൂലൈ 23, 2026 ആണ് റെക്കോർഡ് ഡേറ്റ് ആയിട്ട് പരിഗണിക്കുന്നതും. SGVN വൈദ്യുതി വിതരണത്തിനായി ഗുജറാത്ത് ഊർജ വികാസ് നിഗവുമായിട്ട് കമ്പനി പവർ പർച്ചേസ് കരാറുകളിൽ ഒപ്പുവെച്ചു. ഏവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.